അപ്പോൾ എല്ലാവിധ നന്മകളിൽ നിന്നുമാണോ നമ്മുടെ സഹോദരൻ തൗബ ചെയ്തത്? കക്ഷിത്വം സത്യസന്ധതയുടെ അന്തകനാണ്, മറക്കരുത്. ഇദ്ദേഹം തിരുത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. വിചിന്തനത്തിൽ നിരന്തരം നിരവധി പേജുകൾ എഴുതിയ ഈ വ്യക്തി എന്തുകൊണ്ട് ഈ ഗുരുതരമായ പിഴവ് തിരുത്താൻ അതേ വിചിന്തനത്തിൽ ഒരു വരി പോലും എഴുതിക്കണ്ടില്ല? സംഘടനയുടെ ഉന്നത സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ഇദ്ദേഹം ചെയ്ത തെറ്റ് എന്തുകൊണ്ട് തുറന്ന് എതിർക്കപ്പെട്ടില്ല? എന്നാൽ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ ചില എഴുതി വായനകൾ വന്നു. പക്ഷെ അതിലും ആയിരങ്ങൾക്കെതിരിൽ ശിർക്കാരോപണം നടത്താൻ അദ്ദേഹം മറന്നില്ല. ഇനിയും ഈ വിഷയം വിവാദമാക്കി ജിന്നുകളോട് സഹായം നടത്താൻ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്ന വില കുറഞ്ഞ പരാമർശങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി തിരുത്തി എന്നതുകൊണ്ട് മാത്രം ഇവിടെ പ്രശ്നങ്ങൾ തീരുമോ? ഇദ്ദേഹം KNMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദരണീയനായ കരുവള്ളി മുഹമ്മദ് മൗലവിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് മാറ്റി നിർത്തി പകരം ചേർക്കപ്പെട്ട വ്യക്തി. ഇത്തരം ഒരു വീഴ്ച ഇയാളിൽ നിന്ന് ഉണ്ടായിട്ട് തെറ്റ് തിരുത്താൻ നേതാക്കൾ എന്തു ചെയ്തു? സംഘടന ഇയാളുടെ കാര്യത്തിൽ എന്ത് നടപടിയെടുത്തു? ആരായിരുന്നു അന്വേഷണ കമ്മീഷൻ? കണ്ടെത്തലുകൾ എന്തായിരുന്നു? ഈ ചോദ്യങ്ങളുടെ തൃപ്തികരമായ ഉത്തരം ലഭിക്കും വരെ ഈ നസീഹത്ത് തുടരും. തീർച്ച. ശിർക്കാരോപണം ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 6. പിഴവ് തൗഹീദിന്റെ പ്രതിജ്ഞയിലും. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. റബ്ബേ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പ്രവാചകന്മാർ മാനവ സമൂഹത്തെ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം. ചരിത്രത്തിലുടനീളം തൗഹീദിന്റെ എതിരാളികൾ വികലമാക്കാൻ ശ്രമിച്ചതും ഈ അടിസ്ഥാന ആശയം തന്നെ. ലാത്തയും ഉസ്സയും മനാത്തയും ആശാകേന്ദ്രങ്ങളായി സ്വീകരിച്ച ജാഹിലിയ സമൂഹത്തിനും പിഴച്ചത് ഈ അടിസ്ഥാന വിഷയത്തിൽ തന്നെയാണ്. ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന മാത്രം എന്ന ആശയത്തിൽ വെള്ളം ചേർത്തവർ പറഞ്ഞ ന്യായങ്ങൾ വിഭിന്നമായിരിക്കാം. പക്ഷേ അടിസ്ഥാനപരമായി ഈ സത്യമാണ് വികലമാക്കപ്പെട്ടത്. സ്വന്തം വാദം തെളിയിക്കാൻ കഴിയാതെ വന്നപ്പോൾ സമസ്തയുടെ ഇരു ഗ്രൂപ്പുകളിലെയും ചില നേതാക്കൾ മാത്രം എന്ന ആശയം തിരുത്താൻ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ഈ ക്രൂരമായ ഖുർആൻ കയ്യേറ്റത്തിനെതിരിൽ മുജാഹിദുകൾ അന്ന് ശക്തമായി രംഗത്ത് വന്നു. അവസാനം അദ്ദേഹത്തിന് ഇങ്ങനെ പറയേണ്ടി വന്നു: കാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ. അങ്ങനെയല്ല അർത്ഥം? എല്ലാവരും പറയുന്ന അർത്ഥം തന്നെയല്ലേ? തിരുനാമത്തിൽ മാത്രമാണോ അതല്ല വേറെ ആരുടെങ്കിലും നാമം അവിടെ നമ്മൾ ചേർക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? അള്ളാഹുവിന്റെ തിരുനാമത്തിൽ മാത്രം അല്ലേ? സംശയമില്ല. പിന്നെ എന്തുകൊണ്ടാണ് എല്ലാവരും അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് തിരുനാമത്തിൽ എന്ന് മാത്രം എന്ന് പറയാതെ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു നിർത്തിയത്? എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ പദാർത്ഥത്തിൽ മാത്രം യഥാർത്ഥത്തിൽ മാത്രം ഉണ്ട്. അത് തന്നെ ഇയ്യാക്കനാകുന്നുണ്ട്. അവിടെ പദാർത്ഥത്തിൽ നിന്നെ മാത്രം എന്നില്ല, യഥാർത്ഥത്തിൽ നിന്നെ മാത്രം ഉണ്ട്. എന്നാൽ അന്ന് ഏതൊരു വചനത്തിൽ സമസ്തക്കാർ കൃത്രിമം നടത്തിയോ അതേ ആശയത്തിൽ ഇന്ന് കൃത്രിമം കാണിക്കുന്നത് ആരെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ആവർത്തിച്ച് ഓരോ ദിവസവും നിർബന്ധമായ ഓരോ മുസ്ലിമും ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ മുന്നിൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്: അള്ളാഹുവേ, നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത്, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. ഈ ഇസ്തിആനത്ത് അള്ളാഹുവിനോട് മാത്രം എന്നത് ഒരു മുസ്ലിമിനെ കൊണ്ട് ആവർത്തിച്ച് പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ആ പ്രതിജ്ഞ പരിശുദ്ധ ഖുർആനിലെ ഉമ്മുൽ ഖുർആൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമുൽ ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. അതെ, ഈ വചനത്തിൽ പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ
പരസ്പരമാകാമെന്നാണ് പുതിയ വാദം. ഇവിടെ ഖുർആൻ പഠിപ്പിക്കുന്ന ഇസ്തിആനത്ത് അഥവാ സഹായത്തേട്ടം ഇബാദത്ത് അഥവാ ആരാധന എന്ന നിലയ്ക്ക് തന്നെ പഠിപ്പിക്കപ്പെട്ടതാണ്. ഇത് മനുഷ്യർ പരസ്പരം ചെയ്താൽ ശിർക്കാവുന്ന സഹായത്തേട്ടവുമാണ്. അഥവാ ഈ വചനത്തിൽ പറഞ്ഞ നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നത് ഒരാൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാൽ എന്താണോ സംഭവിക്കുക അതുതന്നെയാണ് നിന്നോട് മാത്രം സഹായം തേടുന്നു എന്നതിലെ സഹായത്തേട്ടം അല്ലാഹു അല്ലാത്തവർക്ക് നൽകിയാലും സംഭവിക്കുക. നൂതനമായി അവതരിപ്പിക്കപ്പെട്ട ഈ വാദം ഒന്നുകൂടി കേൾക്കുക. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതെ, അറിയാതെ പറഞ്ഞതല്ല എന്നർത്ഥം. എന്നിട്ട് തന്റെ തെറ്റായ വാദം തെളിയിക്കാൻ അദ്ദേഹം മറ്റൊരു ഖുർആൻ വചനം ദുർവ്യാഖ്യാനം നടത്തുക കൂടി ചെയ്യുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി, തആവനു അനിൽ ബിർരി വത്തഖ്വ വലാ തആവനു അനിൽ ഉദ്വി, നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്ന വചനത്തിൽ നിന്ന്. അവിടെ നിങ്ങൾ മനുഷ്യർ തമ്മിലുള്ള സഹകരണത്തെ കൃത്യമായി മാറ്റി നിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാർക്കും അറിയാവുന്നതാണ്. സൂറത്ത് മാഇദയിലെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫാത്തിഹയിലെ നിന്നോട് മാത്രം ചോദിക്കുന്നു എന്ന് പറഞ്ഞ സഹായത്തേട്ടം മനുഷ്യർ തമ്മിലാകാമെന്ന് പഠിപ്പിച്ച ഒരു പ്രാമാണിക തഫ്സീറും കാണുക സാധ്യമല്ല. എം അക്ബറിന്റെ വാദമനുസരിച്ച് സൂറത്ത് മാഇദയിലെ സഹായ ചോദ്യവും ഇയ്യാക നഅ്ബുദുവിലെ സഹായ ചോദ്യവും ഒരേ അർത്ഥത്തിലുള്ളതാണ്. എന്നാൽ സൂറത്തുൽ മാഇദയിൽ പറഞ്ഞ സഹായം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട സഹായമല്ല, മറിച്ച് മനുഷ്യർക്ക് പരസ്പരം ചോദിക്കാവുന്ന സഹായമാണ്. ഒരു വേള ഈ ആയത്തിൽ പറഞ്ഞ ചില സഹായം അള്ളാഹുവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ അത് റബ്ബിനെ പരിഹസിക്കലുമാകാം. ഉദാഹരണം, അള്ളാഹുവേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞാൽ അത് പരിഹാസം തന്നെയാണല്ലോ. ഇവിടെ മുജാഹിദുകൾ ഷിർക്കിലാണ് എന്ന് പറയാൻ ഇസ്ലാമിക വിശ്വാസ സംഹിതയുടെ അടിത്തറകൾ ഇളക്കുക വഴി എത്തിപ്പെട്ട അവസ്ഥ അതീവ ഗുരുതരമാണ്. ഈ ബഹുമാന്യ വ്യക്തിയുടെ നൂതന വാദപ്രകാരം ഒരാൾ മാതാ അമൃതാനന്ദമയിയുടെ മുന്നിൽ ചെന്ന് അമ്മേ എന്നെ സഹായിക്കണമേ, ഒരു കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ അത് ഷിർക്കാവില്ല. കാരണം അമ്മയും മനുഷ്യനാണ്, ചോദ്യകർത്താവും മനുഷ്യനാണ്. അള്ളാഹുവിനോട് മാത്രമുള്ള ഈ ചോദ്യം മനുഷ്യർ തമ്മിലാകാമെന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ വാദം. ഈ ഇസ്തിആനത്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട ഇക്കാര്യത്തിൽ നിന്ന് ആലമു ഷഹാദയിൽ അഥവാ ദൃശ്യലോകത്തെ നമ്മൾ കാണുന്ന മനുഷ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെ മനസ്സിലായി? പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. നോക്കൂ, എന്തൊരു ഗുരുതരമായ ഷിർക്കൻ വിശ്വാസത്തിലേക്കാണ് ഷിർക്ക് ആരോപകരുടെ വാദം എത്തിച്ചേരുന്നത്. കാരണം സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിക്കപ്പെട്ട സഹായത്തേട്ടം മനുഷ്യർ തമ്മിൽ നടത്താമെന്നാണല്ലോ ഈ നൂതനവാദത്തിന്റെ ഇതിവൃത്തം. ഈ സഹായത്തേട്ടം അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പീഡനമുറകളും ഊരുവിലക്കുകളും അനുഭവിച്ച ഒരു ജനതയുടെ പിൻതലമുറ എത്തിയ ചതിക്കുഴി എന്തുമാത്രം ഭീകരമാണ്. സുഹൃത്തെ, യുഗാന്തരങ്ങളിൽ മാറ്റൊലിക്കൊണ്ട തൗഹീദിന്റെ ഈ മന്ത്രധ്വനികൾ വരെ തിരുത്തുന്ന ദുരന്തമാണ് ഈ വിവാദം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നഷ്ടം. മാരകമായ ഈ ഷിർക്കൻ വാദം അക്ബർ സാഹിബിന്റെ ഒരു ലഘുലേഖ വഴിയാണ് പുറത്തുവരുന്നത്. ഉടനെ ഇതിന്റെ അപകടം വിശദീകരിച്ച് ഷമീർ മദീനി ലേഖനമെഴുതി. പക്ഷേ ഒരു പ്രതികരണവും ഉണ്ടായില്ല. എന്നാൽ പിന്നീട് കാണുന്നത് ഈ ആശയം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം തന്നെ പുറത്തുവിടുന്നതാണ്. 2002 വിവാദകാലത്ത് വിശ്വാസം 1-ാം വാള്യത്തിൽ തനിക്ക് പറ്റിയ തെറ്റ് സ്വന്തം കൈപ്പടയിൽ കത്തെഴുതി തിരുത്തിയ എം അക്ബർ ഈ ഗുരുതരമായ വീഴ്ച ഈ നിമിഷം വരെ തിരുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഒരു പരസ്യവേദിയിൽ ഈ വിഷയം ചോദ്യമായി വന്നപ്പോൾ 14 മിനിറ്റ് നീളുന്ന തന്റെ പ്രഭാഷണത്തിൽ എന്തെല്ലാമോ പറഞ്ഞു തീർത്തു. അവിടെയും എനിക്ക് പിഴവ് പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മാത്രവുമല്ല, ഇതേ പ്രഭാഷണത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ഷിർക്ക് ആരോപണം നടത്തുക കൂടി ചെയ്തു ഈ മാന്യദേഹം. ജിന്നുകൾ
അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് എന്നതുകൊണ്ടും ജിന്നുകൾ എവിടെയും ഉണ്ടാകാം എന്നതുകൊണ്ടും ജിന്നുകൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കാം എന്നതുകൊണ്ടും അവരെ വിളിച്ചാൽ അത് അവരോട് സഹായം ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്ന് ഒരു വിഭാഗം ആളുകൾ വാദിച്ചപ്പോൾ റബ്ബിനെ മാത്രം വിളിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തെ ചിലരുടെ വ്യക്തി താൽപര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ആരോപണങ്ങൾ വഴി ദ്രോഹിച്ചപ്പോൾ നമസ്കാരത്തിലെ പ്രതിജ്ഞ പോലും പിഴയ്ക്കുന്ന സ്ഥിതിയിൽ എത്തിച്ചേർന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ. നൂതന വാദങ്ങൾ അവതരിപ്പിച്ച് മൗനം കൊണ്ടത് മാഞ്ഞുപോയിക്കൊള്ളും എന്ന് കരുതി നിശബ്ദത പാലിക്കുന്ന അക്ബർ സാഹിബ് മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ ഈ തെറ്റ് തിരുത്തിയോ എന്നറിയില്ല. എന്നാൽ പരസ്യമായി തന്നെ താങ്കളുടെ വാദം തെളിയിക്കാൻ കഷ്ടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ടിവിടെ. സോഷ്യൽ മീഡിയകളിൽ ഉറക്കമൊഴിയുന്ന ചില സാധുക്കൾ. ഓർക്കുക, ഇതിന്റെ ഉത്തരവാദിത്വം താങ്കൾക്കുമുണ്ട്, അവർക്കു മാത്രമല്ല. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 7. മലക്കുകളോട് നബി തിരുമേനി എല്ലാതരം സഹായവും തേടി. ബിസ്മിയുടെ സംസ്ഥാന നേതൃനിരയിലെ പ്രമുഖ വ്യക്തിത്വം പറയുന്നത് കേൾക്കുക. പ്രവാചകന്മാരുടെ മോചിതത്താണ്, അല്ലാതെ എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ള തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും മലക്കുകളോട് റസൂലുള്ള തേടിയിട്ടുണ്ട്. എല്ലാ സഹായവും തേടിയിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. അപ്പോൾ മലക്കിനോട് സഹായം ചോദിക്കാമെന്ന് ആയത്തോതിയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പ്രവാചകൻ എല്ലാത്തരം സഹായത്തേട്ടവും മലക്കുകളോട് നടത്തിയെന്ന് തിരുനബിയുടെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് വീണ്ടും കേൾക്കുക. ബദർ യുദ്ധത്തിൽ സഹായം തേടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഇറയിലിരിക്കുമ്പോഴോ ഗുഹയിലിരിക്കുമ്പോഴോ ശത്രുക്കൾ നബിയുടെ അടുത്ത് വന്ന് കീഴോട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ മാറാലയും പ്രാവിന്റെ ശബ്ദവും കേട്ട് ശത്രുക്കൾ മടങ്ങുകയാണ്. കൂട്ടരെ, ആ മലയുടെ പൊത്തിന്റെ അടുത്ത് ജിന്നുണ്ടാവില്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കുകളോട് സഹായം അഭ്യർത്ഥിച്ചില്ലേ? അതേ രീതിയിൽ ഹാദിറായ ഈ ജിന്നിനോട് എന്തുകൊണ്ട് റസൂലുള്ളാഹി സഹായം തേടിയില്ല? ഇദ്ദേഹം ഇപ്പോഴും സംഘടനയുടെ ഭാഗമാണ്. ഏകദേശം 1 വർഷമായി ഇദ്ദേഹം ഈ വാദം അവതരിപ്പിച്ചിട്ട്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആദരണീയനായ AP വെന്റിലേറ്ററിൽ കിടക്കുന്ന ദിവസം പോലും അദ്ദേഹത്തിന്റെ ഒപ്പുചാർത്തി പുറത്താക്കൽ കത്ത് അയച്ചവർ ഈ നൂതനവാദങ്ങളൊന്നും കേട്ടിട്ടില്ലേ? എങ്കിൽ ആ റബ്ബർ സ്റ്റീൽ അന്യായമായി ഉപയോഗിക്കുന്ന വ്യക്തിയെ നാം തിരിച്ചറിയുക. മലക്കുകളോട് പ്രവാചകൻ എല്ലാ സഹായവും തേടിയെങ്കിൽ മലക്കുകളെ വിളിച്ചു തേടുന്ന ഇവർക്ക് ഈ ആയത്ത് ബാധകമാണോ? يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل يا جبريل يا ميكائيل يا إسرافيل يا أزرائيل. റാത്തീബിന്റെ കപട അനുഭൂതിയിൽ നടത്തുന്ന ഈ നിലവിളികൾ ഇനി മുതൽ തൗഹീദാണ് എന്ന് ഇവർ പറയുമോ? അപ്പോൾ ഇനി മുതൽ ഇത് എതിർക്കപ്പെടേണ്ട കാര്യമല്ലേ? പക്ഷേ ആ മടക്കം നടത്തുന്നത് തൗഹീദിന്റെ ഈ മനുഷ്യക്കടലല്ല, മറിച്ച് ഈ ആത്മബന്ധങ്ങളെ വലിച്ചു കീറിയ ചില വ്യക്തികളാണ് എന്ന് മാത്രം. ചിന്തിക്കുക, തീരുമാനങ്ങൾ ആലോചനാപൂർവമെടുക്കുക. ജിന്നിനോട് പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ പാടില്ല എന്ന് സമൂഹത്തോട് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവയോടുള്ള എല്ലാ ചോദ്യവും ഷിർക്കാണ് എന്ന് പറയാൻ പലരും നിർബന്ധിച്ചു, ഭീഷണിപ്പെടുത്തി. ഈ വിഷയത്തിൽ ഉത്തരം നൽകിയപ്പോൾ മുജാഹിദുകൾ പാലിച്ച ഒരു സൂക്ഷ്മതയെ പലരും ദുർവ്യാഖ്യാനം നടത്തി. ഒരു ചോദ്യവും ഉത്തരവും കേൾക്കുക. സഹായം തേടിയാൽ ഷിർക്കാകില്ലേ എന്നാണ് ചോദിച്ചത്. ഷിർക്കാകുമോ അല്ലേ? അതല്ല ഷിർക്കാവാത്ത വല്ല സഹായം തേട്ടവും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞു ജിന്നിനെ കണ്ടാൽ സഹായം ചോദിക്കാന്ന്. കാണുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അതിന് ഇല്ലാത്ത കാര്യം എന്തിനാ പറയുന്നത്? കാണാത്ത നിലയിൽ സഹായം ചോദിച്ചാൽ ഷിർക്കാകാത്ത വല്ലതുമുണ്ടോ? അതാണ് ചോദ്യം. അതല്ലാതെ ഞാൻ മടവൂരൂപൊന്നുമല്ല, ഞാൻ അനുഭവിയാണ്.
പക്ഷേ അതിന് എനിക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മറുപടി പറയുക. ഞാൻ ഇത്രയൊക്കെ ഓതിയത് വെറുതെയാ. ഇനി വേറെ വല്ല ഖുർആൻ ഉണ്ടെങ്കിൽ എനിക്ക് അറിയൂല. അവർ ഷിയാക്കക്ക് ഖുർആൻ എടുത്ത 14,000 ആയത്തിന് പറഞ്ഞത് ആ ആയത്തിൽ നിന്ന് ഖുർആൻ ഓതാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് എന്താ? ജിന്നുകളോട് സഹായം തേടാനല്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകളോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതൊരു മറ്റൊരു ഹദീസ്, ഖുർആൻ തന്നെയാണത്. അതും ഖുർആൻ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ ജിന്നുകളുമായി സുലൈമാൻ നബി സംസാരിച്ചു. അത് ശിർക്കാണ് എന്ന് ഞാൻ പറയില്ല, ലോകത്താരും പറയില്ല, അതറിയുന്നവരാരും പറയില്ല. അപ്പൊ ജിന്നുകളോട് ഏതെങ്കിലും നിനക്ക് സഹായം തേടിയാൽ ശിർക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് ശിർക്കാണ്, ബലം പിടിച്ച് മസിൽ പിടിച്ചൊക്കെ പറയാൻ എളുപ്പമാണ്. അപ്പോ അതിങ്ങനെ പറയുമ്പോൾ അതിനപ്പുറത്ത് നിങ്ങൾ മറ്റേ വാദമായിട്ട് വരും. അപ്പൊ ഞാൻ അത് പരിഗണിക്കണം. ഇസ്ലാമിന്റെ ഒരു ഹുക്കുമ് ഞാൻ നോക്കണം. അപ്പൊ അതിനൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ മറുപടി പറയുക. ഇനി എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് ഉത്തരം കിട്ടണമെന്ന് വിചാരിച്ചൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന രൂപം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തീർച്ചയായും ആ വഴിക്ക് ഞങ്ങൾ പോകൂല, ആ വഴിക്ക് ഞങ്ങൾ വിശദീകരിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേരെ കാര്യം പറഞ്ഞു തരിക, മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി തന്നു, ചിന്തിക്കാനുള്ള ബുദ്ധി തന്നു. ആ ബുദ്ധി അനുസരിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നതാണ്. നേർക്ക് നേരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന്, ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ആ ജിന്ന് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെടാൻ നമ്മളോട് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു കാര്യം അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനും പറഞ്ഞില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനോട് ചോദിക്കാൻ പറഞ്ഞില്ല. ഇനി അതല്ല, മനുഷ്യന്റെ പ്രയാസമുണ്ടാകുന്ന പ്രാർത്ഥനയുടെ ഘട്ടമാണെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്താന്മാരോട് ഇസ്തിഹാദത്ത് നടത്തിയവരുണ്ട്, പിശാചുക്കളിൽ തവക്കുലാക്കിയവരുണ്ട്, ഖുർആൻ അതിനെ വിമർശിച്ചിട്ടുണ്ട്, അവരോട് പ്രാർത്ഥിച്ചവരുണ്ട്. അത് ശിർക്കാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് അവരോട് പ്രാർത്ഥിക്കുവാനോ തേടുവാനോ ഒന്നും പാടില്ല. അതേ നിലക്ക് ഒരാളെ സംബന്ധിച്ചിടത്തോളം ജിന്ന് നേർക്ക് നേരെ വന്നു, അല്ലെങ്കിൽ അയാൾക്ക് മുന്നിൽ ജിന്ന് കീഴ്പ്പെടുത്തപ്പെട്ട അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം, എങ്കിൽ അയാൾക്ക് ആ ജിന്നുമായി സംസാരിക്കുകയോ ജിന്നിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയോ ചെയ്താൽ അത് ശിർക്കാണെന്നോ കുഫ്റാണെന്നോ പറയുക സാധ്യമല്ല. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പറയുന്നത് ജിന്ന് കേട്ടോളും എന്ന് വിശ്വസിച്ചാലും അതും ശിർക്കാവുകയില്ല. ഈ ഒരാൾ സംസാരിക്കുന്ന മലക്ക് കേട്ടോളും എന്ന് വിചാരിച്ചാലും ശിർക്കാവുകയില്ല. ഇതിനൊക്കെ ഖുർആനിലും ഹദീസിലും ഒക്കെ ഒരുപാട് തെളിവുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, നീ താഴ്വരകളെ ആട്ടിൻപറ്റങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇതാക്കുന്ന ഫിൽ ഗനമി വൽ ബാദിയ, വല്ല താഴ്വരയിലോ അതുപോലെ തന്നെ ആട്ടിൻകൂട്ടങ്ങളോടൊപ്പമോ ആയിക്കഴിഞ്ഞാൽ നമസ്കാരത്തിന് വേണ്ടി സമയമായാൽ നിന്റെ ശബ്ദം നീ ഉയർത്ത്. കാരണം നീ ബാങ്ക് കൊടുത്താൽ നിന്റെ ശബ്ദം ജിന്നുകൾ കേൾക്കും, മലക്കുകൾ കേൾക്കും, മറ്റുള്ളത് കേൾക്കുന്നവരൊക്കെ കേൾക്കും. അങ്ങനെ കേട്ടാൽ അവർ സാക്ഷി നിൽക്കും എന്നൊക്കെ ഹദീസിലുണ്ട്. അവ മനുഷ്യന്മാർ സംസാരിക്കുന്ന മറ്റുള്ളവർ കേൾക്കും. അങ്ങനെ കേട്ടു എന്ന് വിശ്വസിച്ചാലോ അവർ കേൾക്കുമെന്ന് പറഞ്ഞാലോ അതൊന്നും ശിർക്കാവുകയില്ല. നേരെ മറിച്ച് നമ്മളോടല്ല പറഞ്ഞത് ജിന്നുകളോട് സഹായം തേടാനല്ല, നേരെ മറിച്ച് മനുഷ്യർ പരസ്പരം സഹായം നേടാം. പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നതാണ്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഈ സൂക്ഷ്മതാബോധം വിട്ട് കേവല ലക്ഷ്യങ്ങൾ നേടാൻ വാദങ്ങൾ മാറ്റിയപ്പോൾ ഷിർക്ക് വിശ്വാസത്തിൽ ഇരമ്പിയെത്തിയത് ഇനിയെങ്കിലും നാം മനസ്സിലാക്കണം. ഇത്തരം മറുപടികൾ നൽകിയവർ തന്നെ നമ്മൾ വസീലത്ത് ഷിർക്ക് എന്ന പുതിയ ഷിർക്ക് കൊണ്ടുവന്നു എന്ന് അലറി വിളിച്ചു. എന്നിട്ട് ജിന്നിനോടുള്ള സഹായ ചോദ്യങ്ങളെല്ലാം ഷിർക്കാണ് എന്നും നിസ്സംശയം പ്രഖ്യാപിച്ചു. എന്നാൽ പത്തപ്പിരിയം സംവാദവേദിയിലെത്തിയപ്പോൾ ജിന്നിനോടുള്ള ചോദ്യത്തിൽ ചിലത് വസീലത്തുൻ ഇല ഷിർക്ക് അഥവാ ഷിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്ന് സമ്മതിക്കുന്ന സ്ഥിതിയിൽ ഇതേ വ്യക്തികൾ എത്തിച്ചേർന്നു. സംസാരമധ്യത്തിൽ ഒരു പ്രത്യേക ഭാഗം അദ്ദേഹം വിഴുങ്ങുന്നതും കാണാം. ആ ഭാഗം ആവർത്തിച്ച് കേൾപ്പിക്കട്ടെ. ഇസ്തിംതാഇല് ഇസ്തിആനത്ത് പെടും. ശിർക്കായ കാര്യമാണ് പരസ്പരം ഉപകാരമെടുത്തതെങ്കിൽ അത് ശിർക്കാണ്. ശിർക്കല്ലാത്ത ശിർക്കിലേക്ക് നയിക്കുന്നതാണെങ്കിൽ അത് ശിർക്കല്ലാത്ത ഇസ്തിംതാആണ്. അതേപോലെ തന്നെ ഹറാമാണ്. പിശാച് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് ശിർക്കുമല്ല, നേരെ മറിച്ച് ഹറാമായ കാര്യമാണ്. എന്നാൽ അദ്ദേഹം പറയാൻ മടിച്ച ആ ഭാഗം അദ്ദേഹത്തെ കൊണ്ടുതന്നെ പറയിച്ചു. അവസാനം മുസ്ലിം ജിന്നിനോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ ചിലത് ഷിർക്കല്ല, മറിച്ച് അത് ഷിർക്കിലേക്ക് മനുഷ്യനെ നയിക്കുന്നതാണ് എന്ന് അദ്ദേഹം തുറന്നു സമ്മതിച്ചു.
കുടുങ്ങി. ആരാ കുടുങ്ങിയത്? പിടിച്ചോ. ഇപ്പൊ ആലു ഷെയ്ഖിനല്ലേ നമുക്കെതിരില് വലിയ രേഖയായിട്ട് കൊണ്ടുവന്നത്. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിന് ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, ശിർക്കാരോപണത്തിന്റെ വേദന സഹിക്കുന്നവർ, ആത്മാവിൽ എഴുതപ്പെട്ട ആദർശത്തിൽ നിന്ന് വ്യതിയാനം വന്നു എന്നാരോപിക്കപ്പെട്ടവർ ഹൃദയം തുറന്ന് നന്ദി രേഖപ്പെടുത്തിയ നിമിഷങ്ങളായിരുന്നു ഇത്. കാരണം അവർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്തണം. മാതാപിതാക്കളുടെ പിണക്കം മാറണം. ഇണകൾ മനസ്സു തുറക്കണം. അതിനാൽ ഈ വരികൾ ഇദ്ദേഹം തന്നെ പറയുന്ന നിമിഷം അവർ കാത്തിരിക്കുകയായിരുന്നു. ആ ആലു ഷെയ്ഖ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട്, ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ്. വലിഹാദാ നഖൂലു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന തിൽക്കൽ ഇസ്തിആന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن. ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത്. ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിയാർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ്. അല്ലയോ മുസ്ലിയാരെ, യാ മഅ്ശറൽ ജിന്നി ഖദ് ഇസ്തക്സർതും എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ? ഒരുപക്ഷെ മുസ്ലിയാർ ഇവിടെ മലക്കം മറിയും. മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ്, ഹുക്കും ഒന്ന് തന്നെയാണ്, രണ്ടും ശരി തന്നെയാണ്, രണ്ടു കൂട്ടരോടുള്ള ചോദ്യവും ഒരുപോലെയാണ്. മലക്കം അറിഞ്ഞാൽ ആലു ഷെയ്ഖ് പിടിക്കും. അബ്ദുറഹ്മാൻ സലഫി മാത്രല്ല, നിങ്ങൾ കൊണ്ടുവന്ന തെളിവ് നിങ്ങളെ പിടിക്കും മുസ്ലിയാരെ. ഇന്ന തിൽക്കൽ ഇസ്തിആനത ബിജമീഇ അൻവാഇഹാ ലാ തജൂസ്, എല്ലാ തരത്തിലുള്ള സഹായ തേട്ടവും അനുവദനീയമല്ല. ഫമിൻഹാ മാ ഹുവ ശിർകുൻ, നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ തെളിവിന് ഉദ്ധരിച്ചതല്ല. പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല. അയിമ്മത്തുൽ അർബഅത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല. പിന്നെ കാഫിർ ജിന്നായിരുന്നു സലഫിയുടെ പ്രശ്നം. നിങ്ങളിവിടെ തെളിവിനുദ്ധരിച്ച ആലു ഷെയ്ഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്ത് ശിർക്കും, കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുമെന്നാണ്. ഇവിടെ ആലു ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല, വസീലത്ത് ശിർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ സംശയവും ഫൈസൽ മൗലവി വ്യക്തമാക്കി കൊടുത്തു. ആലു ഷെയ്ഖ് വൈരുദ്ധ്യം പറഞ്ഞൊന്ന് വ്യക്തി തീർക്കാൻ അപ്പശ്രമം. ഇത് ആലു ഷെയ്ഖ, ഇത് അബ്ദുറഹ്മാൻ സലഫി അല്ല. ആലു ഷെയ്ഖ് വ്യക്തമായി പഠിപ്പിച്ചു, ഇത് ഇസ്തിആനത്ത്, ഇത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറ മുസ്ലിമീന വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി. നിങ്ങൾ വായിച്ചിലെ 8 വരി മേലെ, മുസ്ലിം ആവട്ടെ അല്ലാത്താവട്ടെ വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇന്ന് തെളിവെടുത്ത എന്താ? ഖാല തആല എന്ന് താഴെ പറയുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വയൗമ യഹ്ശുറുഹും എന്ന ആയത്ത് എന്താ പറഞ്ഞത്? മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തതാവട്ടെ ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലെ അദ്ദേഹത്തോട് ചോദ്യം. സംവാദശേഷം 2014 മെയ് മാസത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരിപാടിയിലെ ഈ ഭാഗം കേൾക്കുക.
എന്ന ജൂതന്മാര് രൂപം കൊടുത്ത ഷിയാക്കള് കറ്റുകെട്ടിയുണ്ടാക്കിയ ആ നബിയുടെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കിയ ആ വാചകത്തെപ്പറ്റി ഞാൻ നടത്തിയ പഠനത്തിൽ ഈ പണ്ഡിതന്മാര് സൗദി അറേബ്യയിലെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആ കുടുംബ പരമ്പരയിൽപ്പെട്ട നജിദിലെ പണ്ഡിതന്മാരുടെ റസായിലുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു യാഥാർത്ഥ്യമുണ്ട്. വല്ല മരുഭൂമിയിലും ആരെങ്കിലും യാ ഇബാദല്ലാഹി എന്ന് വിളിക്കുമ്പോൾ ജിന്നിനെ ഉദ്ദേശിച്ചുകൊണ്ട് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന ജിന്നുകൾ ഈ വിളിക്കുന്നവന്റെ അടുക്കലേക്ക് വരുന്നു, അവനെ സ്വാധീനിക്കുന്നു, അവനെ കീഴ്പ്പെടുത്തുന്നു, എന്നിട്ട് അവനെ ശിർക്കിലേക്ക് നയിക്കുന്നു എന്ന്. യാ ഇബാദല്ലാ എന്ന് വിളിക്കുന്നവരെ അവരെയാണ് ചെലുത്താൻ കീഴ്പ്പെടുത്തുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നവരെയോ നേതൃത്വം കൊടുക്കുന്നവരെയോ ഈ വാദവുമായി നടക്കുന്നവർ ബാധയുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഷിർക്കാരോപണം ഷിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന വഴികൾ 8. നിർവചനം മാറിമറിയുന്ന തൗഹീദ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മടവൂർ വിഭാഗം ഉന്നയിച്ച ഒരു വലിയ വിമർശനമാണ് നാം തൗഹീദിന്റെ നിർവചനം മാറ്റിമറിച്ചു എന്നത്. ഒരു കാര്യം പ്രാർത്ഥനയാകുന്നത് അത് മനുഷ്യ കഴിവിനപ്പുറമുള്ള ചോദ്യങ്ങളായിത്തീരുമ്പോഴാണ് എന്നത് സൃഷ്ടിക്കഴിവിനപ്പുറം എന്നാക്കി നാം മാറ്റി എന്നതായിരുന്നു ആരോപണം. അതിന് നാം വ്യക്തമായി മറുപടി നൽകി. എന്നാൽ അതേ വിമർശനം ഇപ്പോൾ ഉയർത്തുന്നത് പുത്തൻ ശിർക്കാരോപകരാണ്. ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അല്ലാഹുവിന് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. കേട്ടോ, പ്രാർത്ഥനയാകണമെങ്കിൽ ഹുസൈൻ മൗലവി പറഞ്ഞതുപോലല്ല കാര്യം. മനുഷ്യന്റെ കഴിവ്, നമ്മുടെ കഴിവ് അവസാനിക്കുന്നിടത്തല്ല പ്രാർത്ഥന ആരംഭിക്കുന്നത്. നേരെ മറിച്ച് സൃഷ്ടികളുടെ കഴിവ്, സൃഷ്ടി എന്ന് പറയുമ്പോൾ ജിന്നിന്റെ കഴിവ്, മലക്കിന്റെ കഴിവ്, അള്ളക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ചോദിച്ചാലേ പ്രാർത്ഥനയാവുകയുള്ളൂ. പ്രാർത്ഥനയാകണമെങ്കിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്ത കാര്യം അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കലാകണം. അപ്പോഴേ പ്രാർത്ഥനയാവുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥനയാവൂല. അപ്പൊ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാവോ? ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഒരു കാര്യം ചോദിച്ചാൽ പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥനയാവുകയില്ല. മനസ്സിലാക്കണം, ഈ വാദമാണ് ഹുസൈൻ മൗലവി പിന്താങ്ങുന്ന വാദം. ഇതേ ആശയമാണ് മടവൂർ വിഭാഗം കഴിഞ്ഞ 10 വർഷം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അവരുടെ വാദം ഏറ്റെടുത്ത ഇതേ വ്യക്തി തന്നെയാണ് അന്ന് മടവൂർ വിഭാഗത്തിന്റെ ഈ വിമർശനത്തിന് മറുപടി നൽകിയതും.